അവൻ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഏവർക്കും സ്വാഗതം. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ലോകമെമ്പാടും ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ആഘോഷിക്കുന്നത് കൊണ്ട് മാനിക്കണമെന്നർത്ഥമില്ല. പലപ്പോഴും ആഘോഷങ്ങളും അതിൻ്റെ ആത്മീയ തലങ്ങളും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്, വിടവുണ്ട് എന്നത് അറിയാം. പക്ഷേ ആ ഒരു ദിശയിലേക്ക് നമ്മുടെ ചിന്ത ഈ ധ്യാനത്തിൽ തിരിച്ചുവിടണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഈ സമയത്ത് ഈ വളരെ പ്രത്യേകതയുള്ള മനുഷ്യബുദ്ധിയാൽ വിശ്വസിക്കുവാൻ വളരെ പ്രയാസമേറിയ ഈ സംഭവത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? മനുഷ്യപുത്രൻ അനീതിയുടെ കരങ്ങളാൽ ക്രൂശിക്കപ്പെട്ടു, പകയുടെ കരങ്ങളാൽ അടക്കപ്പെട്ടു. എന്നാൽ ഇവയൊക്കെ അതിജീവിച്ചുകൊണ്ട്, ഇവയൊക്കെ മറികടന്നുകൊണ്ട് ദൈവഹിതം യേശുവിൽ നിർവഹിക്കപ്പെട്ട ഈ ഒരു ചരിത്രപ്രധാനമായ സംഭവം, മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? വളരെ ലളിതമായും പ്രത്യക്ഷമായും ഡയറക്റ്റായിട്ടും പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ഇപ്രകാരം അതിശയകരമാവണ്ണം ലോകത്തിൻ്റെ അധികാരവർഗങ്ങളെ റദ്ദ് ചെയ്യത്തക്ക വിധത്തിൽ മരണത്തിൻ്റെ അധികാരത്തെ കീറി മുറിച്ചുകൊണ്ട് ജീവൻ്റെ ആത്യന്തികമായ വിജയത്തെ എന്നേക്കുമായി ഉറപ്പിച്ചുകൊണ്ട് നിത്യതയിലേക്ക് വാങ്ങിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ അവസ്ഥയും അനുഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകണമെന്നില്ല. അത് നാം നമ്മുടെ സങ്കല്പങ്ങളിൽ എവിടെയോ വെച്ച് പുലർത്തുന്ന ഒരു വിശ്വാസത്തിൻ്റെ പ്രമാണമാണ്. ഈ പ്രമാണവും നമ്മുടെ ജീവിത അവസ്ഥയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ മാത്രമേ അതിനർത്ഥമുണ്ടോ എന്ന് മനസ്സിലാകുകയുള്ളൂ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായും സമൂഹപരവുമായ അവസ്ഥയുമായി ബന്ധമില്ലാത്തതൊന്നും അതെത്ര വലിയ അത്ഭുതമാണെന്ന് തോന്നിയാലും, അതെത്രമാത്രം ദൈവികമാണ് എന്ന് നാം കരുതിയാലും അതിന് ആത്മീയമായ ഒരർത്ഥവുമില്ല എന്നാണ് എൻ്റെ സത്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ധ്യാനത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റു, സംശയമില്ല, ഞാൻ അപ്രകാരം വിശ്വസിക്കുന്നു. എന്നാൽ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏത് വിധത്തിലുള്ള സ്വാധീനമാണ് ഈ വിശ്വാസ പ്രമാണം ചെലുത്തേണ്ടത്, ഞാൻ എങ്ങനെയാണ് അതിനെ അറിയുകയും ആദരിക്കുകയും ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ പ്രധാനമായ അന്വേഷണം. അതിന് ഉതകുന്ന വിധത്തിൽ ഇതിനോട് പ്രത്യക്ഷമായ ബന്ധമില്ല എന്ന് തോന്നാവുന്ന ഒരു വേദപുസ്തക ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ടുള്ള അന്വേഷണം തുടരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 14, 15, 16 വാക്യങ്ങൾ നമുക്ക് ഏവർക്കും മനഃപ്പാഠം അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം മനസ്സിൽ സൂക്ഷിച്ച് അതിനെ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുന്നത് ക്ലേശകരമല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. No one lights a candle and puts it under a bushel, but on the candlestand, so that it may give light to all in the house. Let your light so shine before men, that they may see your good works and give glory to your Father in heaven. ഇതാണ് ഈ ഭാഗം. വളരെ പരിചിതമാണ്, വളരെ അർത്ഥവത്താണ്, മനോഹരമാണ്, കാവ്യാത്മകമാണ്. ഇവിടെ എന്താണ് യേശു സൂചിപ്പിക്കുന്നത്? ഒരുപക്ഷേ ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചിത്രീകരണമാണ് എന്ന്
പലരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണുകയില്ല. അല്ലെങ്കിൽ ആ ഒരു അറിവിനെ കേന്ദ്രീകരിച്ചുള്ള വചന ശുശ്രൂഷ എന്നെ കേൾക്കുന്ന ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ആരും തന്നെ കേട്ടിരിക്കാൻ വഴിയില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ഇവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. യേശു ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വം എപ്രകാരമുള്ളതാണ്. നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ നിങ്ങളെപ്പറ്റിയുള്ള സത്യം എന്താണ്? നിങ്ങൾ നിങ്ങളിൽ തന്നെ വെളിച്ചത്തിൻ്റെ ഒരു സെപ്പൾക്കറാണ്, ഒരു ശവകുടീരമാണ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വെളിച്ചത്തിൻ്റെ ഒരു ശവകുടീരമാണ്. യു ആർ ഇൻ യുവർ സെൽഫ് എ ടൂംബ് ഓഫ് ലൈറ്റ്. അത് ഇവിടെ വ്യക്തമാണ്. എങ്കിലും എന്തുകൊണ്ടോ ആളുകൾ ശ്രദ്ധിക്കുവാനോ മനസ്സിലാക്കുവാനോ കൂട്ടാക്കുന്നില്ല എന്നത് വിചിത്രമായൊരു യാഥാർത്ഥ്യമാണ്. യേശു എന്താണ് പറയുന്നത്? ആരും വിളക്ക് കത്തിച്ച് പറയിൻ കീഴെ വയ്ക്കാറില്ല. അങ്ങനെ ചെയ്യരുത്. അത് വയ്ക്കേണ്ടത് തണ്ടിന്മേലാണ്. കാരണം ആ വിളക്കിൻ്റെ നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്ത വിളക്കിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ ദീപ്തമാക്കുന്നതിന് വേണ്ടി ദൈവം കരുതിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വെളിച്ചം, ദൈവം സ്ഥാപിച്ച വെളിച്ചം, നിങ്ങളുടെ സ്വകാര്യ സ്വത്തായി ആർക്കും കാണാത്ത വിധത്തിൽ ഭദ്രമായി സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമല്ല. അത് നിങ്ങൾക്ക് വേണ്ടി തന്നതുമല്ല. അത് ലോകത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടി നൽകിയതാണ്. അത് ലോകത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നിക്ഷേപിച്ച ഒരു ഡെപ്പോസിറ്റാണ്, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ സാർവലൗകികമായ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയല്ല. അങ്ങനെ ഒരു തിരിച്ചറിവ് ലോകത്ത് നന്നേ കുറവാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളുടെയും ജീവിതവും വ്യക്തിത്വവും അവരുടെ ഉള്ളിൽ ദൈവം സൃഷ്ടിയാൽ സ്ഥാപിച്ച ഈ മനോഹരമായ വെളിച്ചം, വിളക്ക്, അത് എപ്രകാരം ഒരു ശവകുടീരത്തിൽ, ഒരു ടൂമ്പിൽ ഒരു മൃതശരീരം വെച്ചിരിക്കുന്നുവോ, നിർജീവമായതങ്ങനെ ഇരിക്കുന്നുവോ, അതുപോലെ നിങ്ങളുടെ വ്യക്തിത്വമാകുന്ന ഈ ഒരു ശവക്കല്ലറയിൽ, അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആത്മീകമായ വ്യക്തിത്വമായ ഈ വെളിച്ചം ഇതാ അടക്കപ്പെട്ട് കിടക്കുന്നു. ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരണം. വിളക്കിൻ്റെ വെളിച്ചം വെളിയിൽ പോയി മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരാതിരിക്കത്തക്കവണ്ണം അതിനെ മൂടി വച്ചിരിക്കുന്ന ഈ പറയില്ലേ, ഈ വലിയ തൊട്ടിയില്ലേ, വെളിച്ചത്തെ അത് വെളിച്ചത്തിന് സ്വയം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ആ ഒരവസ്ഥയില്ലേ, അതിൽ നിന്ന് വെളിച്ചത്തെ വിമോചിക്കുന്ന ആ അവസ്ഥയുടെ പേരാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത്. അപ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമുക്കറിയാം, യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ഏതാണ്ട് ആരംഭകാലം തന്നെയാണ് പർവ്വതപ്രസംഗം. അവിടെ തന്നെ ഈ വലിയ ദർശനമുണ്ട്. ഓരോ വ്യക്തിയുടെയും അവസ്ഥ എന്താണ്? അവൻ്റെ ഉള്ളിൽ ഇതാ ദൈവികമായ വെളിച്ചം ഒരു ശവക്കലറയിൽ ഒരു ശരീരം വെച്ചിരിക്കുന്നത് പോലെ പ്രവർത്തനശേഷിയില്ലാതെ മൂടപ്പെട്ട് അടയ്ക്കപ്പെട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതിൽ നിന്ന് വ്യത്യാസമുണ്ടാകണം. ആ പറ എടുത്തു മാറ്റപ്പെടുമ്പോൾ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വെളിച്ചം ബാഹ്യലോകത്തേക്ക് പ്രവഹിക്കുകയും ആ ലോകം മുഴുവനും അപ്രകാരം ആത്മീയമായ വിടുതൽ പ്രാപിച്ച വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും എന്ന ഈ ദർശനം.
അതിനോടനുബന്ധിച്ച് നാം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ ആത്മീയമായ പൊരുൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് നാളിതുവരെയുള്ള എൻ്റെ അന്വേഷണത്തിൽ കൂടെയും അനുഭവത്തിൽ കൂടെയും എനിക്ക് വ്യക്തമായിരിക്കുന്നതെന്ന് ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അപ്പോൾ യേശു 2000 വർഷത്തിന് മുൻപ് ഉയർത്തെഴുന്നേറ്റു എന്നത് മാത്രമല്ല, അതിനേക്കാൾ പ്രാധാന്യമായി നാം കരുതേണ്ടത് ലോകത്തിൻ്റെ വെളിച്ചമായ യേശു നമ്മുടെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നു. പക്ഷേ അത് കത്തിച്ചു വെച്ച വിളക്ക് പറയും കീഴേ ആയിപ്പോയതുപോലെ നമ്മുടെ ഉള്ളിൽ വെളിച്ചത്തിൻ്റെ ശവക്കലറുകളായി സ്ഥിതി ചെയ്യുന്ന പ്രാകൃത മനുഷ്യൻ, ആ അവസ്ഥയിൽ നാം ആയിരിക്കുന്നത് കൊണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് താത്വികമായ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്, സാധ്യതയുമുണ്ട്. എങ്കിലും ആ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ നാം എങ്ങനെയോ എവിടെയോ തടഞ്ഞു നിൽക്കുന്നു. നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ യേശു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വലിയ വലിയ സാക്ഷ്യമെന്താണ്? അതിൻ്റെ പ്രഖ്യാപനം എന്താണ്? അത് നമുക്ക് നൽകുന്ന പ്രത്യാശയും ആശ്വാസവും എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും വ്യക്തിത്വത്തിലും സംഭവിക്കേണ്ട ഈ ഉയർത്തെഴുന്നേൽപ്പ് സാധിക്കുവാനുള്ള എല്ലാ ന്യായവും സാഹചര്യവും സാധ്യതയും ഇതാ യേശു ഉറപ്പാക്കിയിരിക്കുന്നു. പക്ഷേ യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് ഇപ്രകാരം കല്ലറ ഭേദിച്ച് വെളിയിൽ വന്നു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ആരും ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെന്നില്ല. അത് സംഭവിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും ദൈവം അവൾക്ക് നൽകിയ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അപ്രകാരം എന്നെ മൂടി വച്ചിരിക്കുന്ന ഈ പറ മാറ്റിക്കളയുവാൻ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു, ക്രിസ്തുവിൽ കൂടെ ഞാൻ എന്നെ തന്നെ അർപ്പിക്കുന്നു എന്ന അവസ്ഥ വരുമ്പോൾ മാത്രമേ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുകയുള്ളൂ, അർത്ഥവത്താകുകയുള്ളൂ എന്ന വലിയ വലിയ സുപ്രധാനമായ ആത്മീയ സത്യം ഇന്ന് നമുക്ക് തിരിച്ചറിയേണ്ട വലിയ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നാം ഓരോരുത്തരും ഓരോ ശവകുടീരങ്ങളാണ്. എന്തിൻ്റെ ശവകുടീരങ്ങളാണ്? വെളിച്ചത്തിൻ്റെ ശവകുടീരങ്ങളാണ്. ഈ വെളിച്ചത്തെ മറച്ചു വച്ചിരിക്കുന്ന, അത് വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ കൂടെയും വ്യക്തിത്വത്തിൽ കൂടെയും പ്രവർത്തിക്കുവാനും സ്വയം പ്രകടിപ്പിക്കുവാനുമുള്ള അവസ്ഥ നിരാകരിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണെന്നും അവ എപ്രകാരമൊക്കെ നമ്മെ അടിമത്വത്തിലാക്കി വച്ചിരിക്കുന്നുവെന്നും, എന്നാൽ അവയിൽ നിന്നൊക്കെയും വിടുവിക്കുവാൻ പര്യാപ്തമായവൻ ബദ്ധിതരെ വിടുവിക്കാനായി പ്രത്യേകമായ താല്പര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും ചരിത്രത്തിൽ കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് പറഞ്ഞ്, ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറയുമ്പോൾ ഈ ഒരർത്ഥം ഏകദേശം പരിപൂർണമായി വ്യക്തമായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വെളിച്ചമായവന് മാത്രമേ മനുഷ്യരുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ തിരിച്ചറിയുവാനും അതിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ബന്ധിക്കപ്പെട്ട് പ്രകടനം നടത്തുവാൻ കഴിയാതെ വണ്ണം അതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഗുണഫലം ലോകത്തിന് അനുഭവിക്കാൻ കഴിയാതെ വണ്ണം അതിനെ പരിമിതപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ വളരെ ദൈവഹിതത്തിന് തികച്ചും വിരുദ്ധമായ ഈ ഒരു സാഹചര്യം, ഈ ഒരു അവസ്ഥ, അതിൽ നിന്ന് മനുഷ്യരെ വിടുവിപ്പാൻ സാധ്യമാകുകയുള്ളൂ. വെളിച്ചമായവന് മാത്രമേ മനുഷ്യരുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ ഉണർത്തുവാനും പ്രവർത്തനയോഗ്യമാക്കുവാനും മോചിപ്പിക്കുവാനും അത് ലോകത്തിൻ്റെ അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ എന്നതാണ് സുവിശേഷത്തിൻ്റെ രത്നച്ചുരുക്കം. അത് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു പുനരുത്ഥാന അനുഭവത്തെ
സുവിശേഷത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ച് നാം ഇപ്പോൾ ചിന്തിക്കുന്ന വിധത്തിൽ മാത്രം അതിൻ്റെ ചില ആശയങ്ങൾ എന്തെന്ന് അവിടെയും ഇവിടെയും തട്ടിയും മുട്ടിയുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നാം ഇതിൻ്റെ 4 അയലത്തെത്തുകയില്ല എന്നതും ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. ഇനി അടുത്തതായിട്ട് എനിക്ക് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഏവരോടും പങ്കിടാനുള്ളത്, യേശു പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്, പക്ഷേ അത് ഇപ്പോൾ തണ്ടിൻ്റെ കീഴെ വെച്ചിരിക്കുന്ന വിളക്ക് പോലെയാണ്. എങ്ങനെയാണ് ഈ വെളിച്ചത്തെ മൂടി വച്ചിരിക്കുന്ന ഈ തണ്ട്, ഈ പറ, ഈ ബുഷൽ, ഈ പറ, വെളിച്ചത്തെ മറച്ചു വച്ചിരിക്കുന്ന പറ മാറ്റിക്കളയാൻ സാധിക്കുന്നത്? അതായത് നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്, പക്ഷേ ആ വെളിച്ചമനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ വ്യക്തിത്വം ഇപ്പോൾ വെളിച്ചത്തിൻ്റെ വ്യക്തിത്വമല്ല. ഈ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ എപ്രകാരമാണ് സാധിക്കുന്നത്? അതിന് യേശു തുറന്ന വഴി എന്താണ്? യേശു പറയുന്നുവല്ലോ, ഞാൻ തന്നെ വഴിയും. ആ വഴി എന്താണ്? ഇവിടെ വളരെ വ്യക്തമാണ്, ആ വഴി അനുസരണത്തിൻ്റെ വഴിയാണ്. അപ്പോൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തെപ്പറ്റി നാം ധ്യാനിക്കുമ്പോൾ, അതിൻ്റെ ആത്മീയമായ പൊരുൾ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുമ്പോൾ, നാം ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, ദൈവത്തെ അനുസരിക്കുന്നതിൽ ഉള്ള ആത്മീയതയുടെ അഭൗമമായ ശക്തിയാണ്. ആത്മീയ ഗോളത്തിൽ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അനുസരണമാണ്. എന്നാൽ ആ അനുസരണം യഥാർത്ഥത്തിൽ വിടുതലിൻ്റെ ശക്തിയായി തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കണം. അല്ലാതെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വലിഞ്ഞു കയറിയിരിക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ ദൈവശക്തിയേക്കാൾ അപ്പുറമാണെന്ന് നടിക്കുന്ന ഭൗതികമായ വ്യവസ്ഥിതികളെയോ സംവിധാനങ്ങളെയോ അനുസരിക്കുന്നത് കൊണ്ട് നാം ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുക ഇല്ല എന്നത് പ്രകടമായ സത്യം തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, ക്രൂശീകരണത്തിന് മുൻപും അതിനുശേഷവും നാം കണ്ടുമുട്ടുന്ന 2 തോട്ടങ്ങളുണ്ട്. ഒരുപക്ഷെ യേശുവിൻ്റെ പുനരുത്ഥാനത്തെ വ്യക്തമായി മനസ്സിലാക്കുവാൻ, അതിൻ്റെ അർത്ഥത്തെ സത്യത്തിലും ആത്മാവിലും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കാവുന്ന, ഏറ്റവും നന്നായി സഹായിക്കാവുന്ന ഒരു കാഴ്ചപ്പാടാണ് 2 തോട്ടങ്ങളുടെ വെളിച്ചത്തിൽ ഈ സംഭവത്തെ കാണുക. ഒന്നാമത്തെ തോട്ടം ഏതൻ തോട്ടമല്ല, അതിനെപ്പറ്റിയല്ല ഞാനീ പറയുന്നത്. ഒന്നാമത്തെ തോട്ടം, നമ്മുടെ പരിഗണനയിലെ ഒന്നാമത്തെ തോട്ടം ഗെത്സമന തോട്ടമാണ്. അവിടെ യേശു വളരെയധികം കഷ്ടം സഹിക്കുന്നു. അവൻ ഹൃദയം പൊടിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ രക്തം വിയർക്കുന്നു. പറയുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതമത്രേ നടക്കേണ്ടത്. വളരെ വ്യക്തമാണ്. ഗെത്സമന തോട്ടം കഷ്ടാനുഭവത്തിൻ്റെ മാത്രം തോട്ടമല്ല. അങ്ങനെയാണ് ഭൂരിപക്ഷം ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് വൈകാരികമായ അവരുടെ സംതൃപ്തി നൽകുമെങ്കിലും ആത്മീയമായ അർത്ഥം അവിടെ പൂർണ്ണമല്ല. ഗെത്സമന തോട്ടം ആത്യന്തികമായി അനുസരണം തികയ്ക്കുന്നതിൻ്റെ തോട്ടമാണ്. ഒരുപക്ഷെ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിൽ യേശു ക്രൂശിലെ മരണത്തോളം തൻ്റെ അനുസരണത്തെ തികച്ചു എന്ന് വളരെ മനോഹരമായി അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് സമയമുള്ളപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിക്കണമേ. ഞാൻ ആ ഭാഗത്തെപ്പറ്റി കൂടുതലായി ഒന്നും തന്നെ പ്രതിപാദിക്കാൻ ഇപ്പോൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ തോട്ടം അനുസരണത്തിൻ്റെ തോട്ടമാണ്. 2-ാമത്തെ തോട്ടം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തോട്ടമാണ്. നമുക്കറിയാം, മഗ്ദലക്കാരി മറിയ യേശുവിനെ കണ്ടെത്തുന്നത്, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടെത്തുന്ന ഒരു തോട്ടത്തിലാണ്. യേശുവിനെ അടക്കിയതും ഒരു തോട്ടത്തിലാണ്. കുറേനായ ജോസഫ് ഓഫ് അരിമത്യ അദ്ദേഹത്തിൻ്റെ പാറമേൽ കൊത്തിവെച്ച, ആരെയും ഇതിനു മുമ്പ് അടക്കിയിട്ടില്ലാത്ത ആ ഒരു സ്ഥലത്താണ് യേശുവിനെ അടക്കിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതും ഒരു തോട്ടത്തിൻ്റെ പശ്ചാത്തലമാണ്. ഈ 2 തോട്ടങ്ങളെയും ബന്ധിപ്പിക്കുന്ന വെളിച്ചമാണ് യേശു.
ആ വെളിച്ചത്തിൻ്റെ പ്രാവർത്തികമായ സ്വഭാവം അനുസരണമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള അനുസരണമല്ല, കൃത്യമായി ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ നിരുപാധികമായി അനുസരിക്കുന്ന ആ ഒരു ധന്യമായ അവസ്ഥയുടെ പേരാണ് ദൈവത്തെ അനുസരിക്കുക, ദൈവഹിതം അനുസരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വലിയ ഒരു മാതൃക യേശുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അത് ഉൾപ്പെടുത്താതെ നമുക്ക് യേശുവിൻ്റെ പുനരുത്ഥാനത്തെപ്പറ്റി, അതിൻ്റെ ആത്മീയ പൊരുളിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നത് ഈ സമയത്ത് ഞാൻ പ്രത്യേകം അടിവരയിട്ട് സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഇനി യേശുവിൻ്റെ വ്യക്തിത്വം അനുസരണത്തിൻ്റെ വ്യക്തിത്വമാണ്. യേശു തന്നെ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഹിതം അനുഷ്ഠിക്കുന്നത് എനിക്ക് ഭക്ഷണവും പാനീയവുമാണ്. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശവും സൗന്ദര്യവും ശക്തിയും ദൈവഹിതം അറിയുകയും അതിനെ പരിപൂർണമായി അനുസരിക്കുകയും നിവൃത്തിയാക്കുകയും ചെയ്യുക. നമുക്കറിയാം, യേശു ക്രൂശിൽ പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. ഏത് ഹിതത്തോടു കൂടെയാണ്, ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം എന്നെ ഭൂമിയിലാക്കി വെച്ചത്, അത് ഞാൻ 100% ഇതാ നിവൃത്തിയാക്കിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഫുൾഫിൽഡ്. അതാണ് യേശുവിൻ്റെ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തെ മരണത്തിന് കീഴടക്കുവാനോ അടക്കി വെച്ചുകൊണ്ടിരിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് ഇപ്രകാരം അനുസരണം പൂർത്തിയാക്കുന്ന, അനുസരണം തികയ്ക്കുന്നൊരു വ്യക്തിത്വം ഭൗതികമായ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. അതിന് നിത്യതയുടെ അവകാശമുണ്ട് എന്നതിൻ്റെ ഏറ്റവും പരമമായ തെളിവാണ് യേശുവിൻ്റെ പുനരുത്ഥാനം. അതുകൊണ്ട് തന്നെ ദൈവഹിതം അറിയുകയും അനുസരിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുക. അതാണ് വാസ്തവത്തിൽ ഈ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം നമ്മെ ഏറ്റവും കൂടുതലായി നയിക്കേണ്ട ആത്മീകമായ ആശയം അല്ലെങ്കിൽ ചുമതല എന്ന സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ. എന്നാൽ നാം ഈ ലോകത്തായിരിക്കുമ്പോൾ അനുസരണം എന്നത് നമ്മിൽ നിന്ന് ബലമായി പിടിച്ചു പറ്റുന്ന പല ശക്തികളും വ്യവസ്ഥിതികളുമുണ്ട്. മനുഷ്യരെ നാം അനുസരിക്കണം എന്ന നിർബന്ധമുള്ള ഒരു വ്യവസ്ഥിതിയിലാണ് നാം ജീവിക്കുന്നത്. അതിന് പലവിധമായ രൂപങ്ങളും സ്വഭാവങ്ങളും മേഖലകളുമുണ്ട്. ഞാൻ അത് കൂടുതലായി വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ ഭരണം കൈയാളുന്ന ആളുകളെ നാം അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ വിവരമറിയും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് കൂടുതലായി ഞാൻ അതിനെപ്പറ്റി. എന്നാൽ മതമേഖലയിലാണ് ഇത് ഏറ്റവും കൂടുതൽ അപകടം ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മതം എന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ദൈവികമായ ലക്ഷ്യമില്ലാതെ സഹജീവികളെ നിയന്ത്രിക്കുകയും അവരെ കീഴ്പ്പെടുത്തുകയും ആ അടിമത്വത്തിൽ അവരെ നിലനിർത്തുകയും ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ് എന്നത് നമുക്ക് അറിയാൻ വയ്യെങ്കിൽ യേശു നന്നേ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് ബന്ധിതരെ വിടുവിക്കാൻ വന്ന യേശു മതത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും മനുഷ്യരെ വിടുവിച്ച് ദൈവരാജ്യത്തിലേക്ക് അവർക്ക് പ്രവേശനം നൽകിയതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. കാരണം മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന അധികാരം മാനുഷിക അധികാരമാണ്. അതെല്ലായ്പ്പോഴും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ ആണ്. തിരിച്ചറിഞ്ഞാൽ തന്നെയും അതിനെ അനുസരിപ്പാൻ നമ്മൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നതല്ല. നമുക്കറിയാം, ക്രിസ്തു സഭയുടെ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അവർ സ്വതന്ത്രമായി അവരെ പറ്റിയുള്ള ദൈവഹിതം എന്തെന്ന് ആരാഞ്ഞറിഞ്ഞ് അതിനെ അനുസരിപ്പാനായി ശ്രമിച്ചപ്പോൾ അവരെ ദാരുണമായി വധിച്ച് അവരെ കൊന്നുകളഞ്ഞ ചരിത്രം നമുക്കറിയാം. എത്രയോ 1000 പേർ അങ്ങനെ കൊല്ലപ്പെട്ടു. ആ ഒരു വാങ്ങൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സഭയുടെ അധികാരത്തിലിരിക്കുന്നവർ പറയുന്നത് അതുപോലെ നാം അനുസരിച്ചില്ല എങ്കിൽ അതിൻ്റെ പരിണതഫലം വളരെ തിക്തമാണ്. ഇന്നാരും കൊല്ലാനും തല്ലാനും വരുന്നില്ല എങ്കിലും കിട്ടുന്ന അവസരമെല്ലാം ഉപയോഗിച്ച് അങ്ങനെയുള്ളവരെ തേജോവധം ചെയ്യുകയും അവരുടെ ജീവിതം എത്രമാത്രം വിഷമമുള്ളതാക്കാമോ അതൊക്കെയും ചെയ്യും എന്നത് അനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോവുകയാണ്.
അപ്പോൾ ദൈവഹിതം അറിഞ്ഞ് അനുസരിക്കുന്നത്, മനുഷ്യൻ്റെ ഹിതം അറിഞ്ഞ് അനുസരിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിനെപ്പറ്റി നമുക്ക് വലിയ വ്യക്തതയുണ്ടാകണം. ദൈവഹിതം എന്നത് നമ്മെ ഓരോരുത്തരെ പറ്റിയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത നൽകിയവനും അതിനെ ബഹുമാനിക്കുന്നവനും വിലമതിക്കുന്നവനുമായ ദൈവം നമ്മെപ്പറ്റിയുള്ള പ്രത്യാശ അല്ലെങ്കിൽ ഉദ്ദേശം അത് നിർവഹിക്കപ്പെടണമെന്നുള്ളതാണ്. കാരണം ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ജീവിതം സായുജ്യം അനുഭവിക്കുന്നത്, അതിൽ ആനന്ദവും നിർവൃതിയും നിറയുന്നത് നാം ഏത് ലക്ഷ്യത്തോടും ഏത് ഉദ്ദേശത്തോടും കൂടെയാണ് ഈ ലോകത്തിൽ വന്നത് അത് നിറവേറ്റപ്പെടുമ്പോഴാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കുവാൻ നാം നിർബന്ധിതരായി തീരുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആകർഷണം കൊണ്ട് നാം വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ നാം അധികമായ അരിഷ്ടത അനുഭവിക്കും. അത് നമ്മെപ്പറ്റിയുള്ള ദൈവഹിതമല്ല. പലരും എന്നോട് പറയും, ദൈവഹിതം എന്താ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് ശരിയല്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതൊന്നും ദൈവം നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടില്ല. നമ്മുടെ ബുദ്ധിയെ കവിയുന്നതൊന്നും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതുമില്ല. എന്നാൽ പലർക്കും ദൈവഹിതം എന്ത്, അവരെ പറ്റിയുള്ള ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊരു നിലപാടെടുക്കുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഒരിക്കലും ദൈവത്തെ ശ്രവിച്ച് അല്ലെങ്കിൽ ചെവി കൊടുത്ത് കേൾക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല, അങ്ങനെ ഒരു താരിപ്പ് നമുക്കില്ല. നാം അങ്ങോട്ട് പറയുകയല്ലാതെ ഇങ്ങോട്ടെന്തെങ്കിലും ദൈവത്തിന് പറയാനുണ്ടോ എന്ന് നാം ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. രണ്ടാമത്, അങ്ങനെ ഏതെങ്കിലും കാലത്ത് ദൈവഹിതം ഇന്നത് എന്ന് നമുക്ക് വെളിപ്പെട്ട് വരുമ്പോൾ നാം അത് സ്വീകരിക്കാതെ നാം മറ്റു വഴിക്ക് സഞ്ചരിക്കുമ്പോൾ അങ്ങനെ അത് ആവർത്തിക്കപ്പെട്ട് നമ്മുടെ ആത്മീയമായ കാത് അടഞ്ഞു പോകുന്നു. മനസ്സിലാക്കാനുള്ള നമ്മുടെ മനസ്സ് മന്ദബുദ്ധിയായിത്തീരുന്നു, ആത്മീയമായ മന്ദബുദ്ധി. ആ ഒരവസ്ഥയിൽ നമുക്ക് പറയാൻ കഴിയുമോ ഇത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ കഴിയും, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിവില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. എന്നാൽ മറ്റ് താല്പര്യം വെച്ച് ദൈവത്തോട് ബന്ധം പുലർത്തുമ്പോൾ ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിയാനുള്ള യാതൊരു ആവശ്യവും നമുക്കില്ല, അതിനുള്ള താല്പര്യവും നമുക്കില്ല എന്നതാണ് എൻ്റെ സത്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? മറ്റ് ശക്തികളെ അനുസരിക്കുന്നു, അവയ്ക്ക് അടിമയായിത്തീരുന്നു. ഒന്നുകിൽ നാം ദൈവഹിതത്തിന് അടിമയായിത്തീരുക, അതിനെ അനുസരിക്കുക, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ശക്തികളെ, സംവിധാനങ്ങളെ അനുസരിക്കുകയും ആ അടിമത്വത്തിൽ കഴിയുകയും ചെയ്യാം. നമ്മൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ അടിമത്വം നമ്മെ ആന്തരികമായ നരകത്തിലേക്ക് അനുദിനം താഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഈ ലോകത്തിൽ തന്നെ നാം അനുഭവിക്കുന്ന നരകം. എന്നാൽ ദൈവത്തോടുള്ള വിധേയത്വത്തിൽ കൂടെ ദൈവഹിതം നാം നിർവഹിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ ലോകത്തിൽ തന്നെ സ്വർഗത്തിൻ്റെ മുൻരുചി അനുഭവിപ്പാൻ നമുക്ക് ഇടയായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ദൈവഹിതം നിർവഹിക്കുക എന്നത് നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യമാകുന്നു. അവനെ സേവിക്കുന്നത്, അവനെ അനുസരിക്കുന്നത്, അവൻ്റെ ഹിതം നിർവഹിക്കുന്നത് നമ്മുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്നതാണ് മിക്ക സഭകളുടെയും ഞായറാഴ്ച ആരാധനാക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പ്രസ്താവന. അവനെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകും. ഇത് വാഗൊണ്ട് പറയുന്നതല്ലാതെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കുകയോ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുകയോ ചെയ്യണമെന്നുള്ള താല്പര്യമില്ല. കാരണം ആരാധന എന്നത് യാന്ത്രികമായി ആവർത്തിക്കപ്പെടുന്ന ചില പ്രസ്താവനകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നാം ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലോ വ്യക്തിത്വത്തിലോ ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരണമെങ്കിൽ നമുക്ക് ബാഹ്യമായി സ്ഥിതി ചെയ്യുന്ന ശക്തികൾ, അവ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ലക്ഷ്യങ്ങൾ, ചുമതലകൾ, ഭാരങ്ങൾ, അതിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന അടിമത്വം, ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ ലോകത്തിൽ ഒരു വ്യക്തിക്കും, ഏത് സഭയുടെ അംഗമാണെങ്കിലും, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനോ
യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് ആത്മീയമായ ബന്ധം പുലർത്തുവാനോ സാധ്യമല്ല. ഇതാണ് ഇതിൻ്റെ കാതലായ ഭാഗം. നമുക്ക് വർഷം തോറും ഇത് ഒരു ആഘോഷമായി കൊണ്ടു നടക്കാം. യേശു ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ എന്ന് വേണം വിളിച്ചുകൊണ്ടൊക്കെ നടക്കാം എന്നല്ലാതെ ഈ അനുഭവത്തിൻ്റെ ആത്മീയമായ പൊരുൾ എന്താണെന്നും അതിന്നും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാനുള്ള അവകാശമുണ്ട് എന്നും അറിയുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് വ്യക്തമായി ഇപ്രകാരമുള്ള കാതലായ ആത്മീയ അവസ്ഥകളെപ്പറ്റി വേണ്ടതുപോലെയുള്ള വ്യക്തത പ്രാപിപ്പാൻ ഈ കാലങ്ങളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കർത്തൃനാമത്തിൽ ഞാൻ ഇവരോടും അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എനിക്ക് നൽകുന്ന ആശ്വാസം, എനിക്ക് നൽകുന്ന പ്രത്യാശ എന്താണ്? ഇന്ന് എൻ്റെ ജീവിതം യേശുവാകുന്ന എൻ്റെ വ്യക്തിത്വം യേശുവാകുന്ന വെളിച്ചത്തിൻ്റെ ശവക്കല്ലറയാണ് എങ്കിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആ അവസ്ഥയ്ക്ക് പരിപൂർണമായ വ്യത്യാസം വന്നിട്ട് എൻ്റെ ഉള്ളിൽ ഇന്ന് തളച്ചിട്ട് വച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന പറയിൻ കീഴായിരിക്കുന്ന വെളിച്ചം എൻ്റെ വ്യക്തിത്വത്തിൽ കൂടെ പുറത്തോട്ട് പ്രവഹിച്ച് the light that's hidden within me radiating all around me and illumining the world around me. അതാണ് ഈ ഈസ്റ്റർ, അതാണ് റിസറക്ഷൻ, അതാണ് യേശുവിൻ്റെ പുനരുത്ഥാനം. അതിൽ കുറഞ്ഞത് ഒന്നും അല്പം പോലും ആത്മീയമായ അർത്ഥമുള്ള യേശുവിൻ്റെ പുനരുത്ഥാനത്തെ പറ്റിയുള്ള സങ്കല്പമോ ആഘോഷമോ അല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും വ്യക്തിത്വത്തിലും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത മർമ്മങ്ങളൊന്നും തന്നെ ഇതിനോട് ബന്ധമുള്ളതല്ല ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് അതിമനോഹരമായൊരു സാധ്യതയുടെ നിത്യമായ അടയാളപ്പെടുത്തലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആവശ്യമുണ്ട്, അതിനുള്ള അവകാശം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് നൽകപ്പെട്ട തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് നാം നടത്തേണ്ട തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവൾ നടത്തേണ്ട തീരുമാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. സോ റെസറക്ഷൻ ഓഫ് ദാറ്റ് മൊമെൻറ്റ് ഓഫ് ഡിസിഷൻ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം വൈകിപ്പോയതുകൊണ്ട് മാത്രം ചിന്തകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.